സൃഷ്ടാവും കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. I greet you all in the maternal name of Lord and Savior Jesus Christ. ഈ ആരാധന ദിവസവും സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. Let us be in a prayerful attitude that the Lord will speak to us this morning. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരുന്നത്. The reason of our blessings and deliverance will be when the Holy Spirit speaks to us this morning. പലപ്പോഴും അനേക ശബ്ദങ്ങൾ നാം കേൾക്കാറുണ്ട്, അനേക വാക്കുകൾ നാം ശ്രദ്ധിക്കാറുണ്ട്. We always have heard many words or statements said by people. പക്ഷേ വളരെ കുറച്ച് മാത്രമേ നാം ദൈവശബ്ദം കേൾക്കാറുള്ളൂ. But very less that we hear the voice of God. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നാൽ, ദൈവം നമ്മെ ഓർക്കുവാൻ ഇടയായി തീർന്നാൽ, ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ ഇടയായി തീർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. When we are able to hear the voice of God and get blessings or hear whatever you want to tell us, that will give us the blessings and deliverance. മനുഷ്യൻ നമ്മളെ ഓർക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും. We always desire that people will remember us. ഓർത്ത് നമ്മളെ അവർ അക്നോളജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങും. We feel bad when people do not accept us or acknowledge us when we are looking upon them. എന്തോ കുറവ് വന്നതുപോലെ നമുക്ക് തോന്നും. We feel that they are avoiding or there's something wrong going on. ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് മിണ്ടാതെ പോയാൽ നമുക്ക് ദേഷ്യം വരും. When someone looks at who knows us and who does not look at us and walk away, we feel bad and angry. മനുഷ്യരോട് പരസ്പരം സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും കൊതിക്കും. We always long to talk to people. എന്നാൽ ഇന്ന് പകൽക്കാലം But this morning, നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം. let us be a people who wait upon to talk to the Lord. രണ്ട്, ദൈവം നമ്മെ ഓർക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായിരിക്കണം. We should be people who be having submission to the Lord and listen to His voice. അല്പസമയം ഞാനിവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് What I would like to mention this morning is ഉൽപ്പത്തി പുസ്തകം Genesis 8-ാം അധ്യായം chapter 8 അതിന്റെ 1-ാം വാക്യം. verse 1. Book of Genesis chapter 8 verse 1. But God remembered Noah and all the wild animals and the livestock that were with him in the ark. നോഹയെയും പെട്ടകത്തിലുള്ള സകലതിനെയും ദൈവം ഓർത്തു. God remembered Noah and all those who were in the ark. നമ്മൾ പലപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യും, മനുഷ്യൻ അത് അക്നോളജ് ചെയ്യും. When we do good things, the people acknowledge us. കുറച്ച് കഴിയുമ്പോൾ അവരത് കണ്ടതുപോലെ പോലും നടിക്കത്തില്ല, നമുക്കെതിരെ അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. And sometimes what happens is they just ignore us and they speak against us. പക്ഷേ But ദൈവത്തിന് വേണ്ടി നിൽക്കുകയോ when we stand for the Lord, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ when we do things for the Lord, ദൈവ ഇഷ്ടത്തിന് വേണ്ടി സംസാരിക്കുകയോ ചെയ്താൽ, when we do things that which is pleasing and do speak accordingly, നാളുകളും വർഷങ്ങളും കഴിഞ്ഞാലും, even years pass by, തലമുറകൾ മാറിപ്പോയാലും, even the generations pass by, ദൈവം അവനെ ഓർക്കും. God still remembers them. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, I would like to tell every one of you here, ദൈവത്തിന് വേണ്ടി ചെറുതോ വലുതോ ആയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടാകാം. we have done small and big things for the Lord. ചെറുതോ വലുതോ ആയ ഒത്തിരി മറുപടികൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. You would have received small and big answers from എന്നാൽ God. ഒരു കാര്യം ഞാൻ പറയട്ടെ, But one thing I would like to say, മറന്നു എന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ if you think that God has forgotten, ദൈവം ഒരിക്കലും നാം ചെയ്ത പ്രവൃത്തികളെ മറക്കുന്നില്ല. God never forgets what we have done. ദൈവം തന്റെ ഭക്തന്മാരെ ഓർക്കുന്നു. God remembers His saints. ദൈവം തന്റെ മക്കളെ അറിയുന്നു. God knows His children. അവൻ ദൂരത്തിരുന്ന് തന്റെ മക്കളെ അറിയുന്നു. He knows us from far away. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ദൈവത്താൽ ഓർക്കപ്പെടുന്നവരായി തീരാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. We have to prepare ourselves that such a God remember us. അതിനാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? For that what should we രണ്ട് do? പ്രധാനപ്പെട്ട കാര്യമുണ്ട്. Two main things we have to ദൈവം do. നമ്മളെ ഓർക്കാൻ God has the thing. രണ്ട് പ്രധാനപ്പെട്ട കാര്യം. Two things we have to do. ഒന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. One, we have to pray to God. ഭൂമിയുടെ അറ്റത്ത് നിന്ന മനുഷ്യൻ ദൈവത്തോട് നിലവിളിച്ചു. From the end of the earth, the people who cried out to God. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. And God spoke to the saints. പ്രാർത്ഥനയാലും അഭയയാചനയാലും നമ്മുടെ വിഷയങ്ങൾ ദൈവത്തെ സ്തോത്രത്തോടെ അറിയിക്കുന്നു. They thanked the Lord and gave their petition with supplications that with thanksgiving. നിന്റെ പ്രാർത്ഥനയെ ദൈവം മറന്നു കളയത്തില്ല. God never forgets your prayer. നിർണായക ഘട്ടം വന്നപ്പോൾ എസ്തേർ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. When a critical situation came in the life of Esther, she knelt and fasted and prayed. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം അവൾക്ക് വേണ്ടി വഴി തുറന്നു. In the tough situation in her life, God opened the doors for her. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ ദൈവം നിന്നെ മറക്കത്തില്ല, ദൈവം ഓർക്കും. A child of God who has at your prayer, God never forgets you and never closes away. രണ്ട്, Two, ദൈവം നമ്മെ ഓർക്കണമെങ്കിൽ if God has remembered നാം us, മാനസാന്തരമുള്ളവരായി തീരണം. we should be a person who has repentance.
എന്താണ് മാനസാന്തരം? What is called repentance? മനസ്സിന്റെ രൂപാന്തരം. The change from the thinking of our heart. ട്രാൻസ്ഫർമേഷൻ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ രൂപാന്തരം. That the transformation of our heart, mind. നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരു രൂപാന്തരമുള്ള വ്യക്തിയായി മാറണം. God wants us to have a transformed personality. എന്താണ് രൂപാന്തരം? What is transformation? ഞാൻ പിടിച്ചത് മാത്രം ശരിയാണെന്ന് കരുതി ഓടുന്നതല്ല രൂപാന്തരം. A transformation doesn't mean that whatever we say is correct. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതാണ് രൂപാന്തരം. If we have made mistake and we correct it, it's called transformation. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ അനുതപിക്കുന്നതാണ് രൂപാന്തരം. When we have made a mistake and we repent for it, it's called transformation. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമ ചോദിക്കുന്നതാണ് രൂപാന്തരം. When we have made a mistake and we ask forgiveness for that, that is called transformation. അല്ലാതെ പിടിവാശിയും മത്സരവുമായി ഓടുന്നതല്ല രൂപാന്തരം. And it is not stubbornness or adamance that it goes the transformation. ദൈവസന്നിധിയിൽ കരയുന്ന, മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവഭക്തനെയും ദൈവം ഒരിക്കലും മറക്കത്തില്ല. God never forgets a child who cries and who asks for pardon for the mistake he or she has done. ഇനിയും ദൈവം ഒരുവനെ ഓർക്കുമ്പോൾ When God remembers a person, എന്താ നമ്മളിൽ സംഭവിക്കും? what happens to us? ഞാൻ ഇങ്ങനെയാണ് പറയാൻ This ആഗ്രഹിക്കുന്നത്. is what I would like to say. എല്ലാ മരണത്തിന്റെ രേഖകളെയും ദൈവം അനുകൂലമാക്കി മാറ്റും. All the situation that comes from death, God changed the path of it. എല്ലാ കഷ്ടത്തെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. Whatever struggles we went through, that He'll turn into blessing. എന്താണ് മരണത്തിന്റെ രേഖകളെ ദൈവം അനുകൂലമാക്കി മാറ്റിയത്? What is the death that God changed? നോഹയും പെട്ടകത്തിലുള്ളവരും ചില നാളുകളായി അവർ ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. Noah and his people were in the ark were having a lot of struggle. ഒരുപക്ഷെ ചില നാളുകൾ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനകത്തുണ്ട്. Maybe they would have sufficient things that it needed for them to be alive in that moment. എന്നാൽ അതിൽ കൂടുതൽ നിയമിക്കപ്പെട്ട നാളുകളിൽ കൂടുതൽ പോയാൽ അവർ കഷ്ടത്തിലാകും. But if it's going beyond the time that has been said, then they will struggle. എനിക്ക് തോന്നുന്നു 153 ദിവസം എന്ത് ചെയ്തു? വെള്ളം ലോകത്ത് പൊങ്ങിക്കൊണ്ടേയിരുന്നു. 153 days the water was flooding on this earth. ദൈവത്തിന് മനസ്സിലായി ഇനി ഇതിൽ കൂടുതൽ മുമ്പോട്ട് പോയാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. But God knew that if it goes beyond these days, then Noah and his family cannot survive. ചില പ്രതിസന്ധികളുടെ നടുവിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ പോയാൽ എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. So if we also go through struggles like that and we are not able to bear it to that moment, then we cannot go forward. ചില രോഗങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഞാനും നിങ്ങളും പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. When we go through sickness or tough times in our health condition, then that also will not allow us to go forward. രോഗങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വൈദ്യന്മാരിൽ ആശ്രയിക്കും. When we go through sickness, we do look upon the doctors. പക്ഷെ അതിനും പരിമിതികളുണ്ട്. There's limits for that. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ദൂത് പറയാം. I would like to prophesy and say this to you. മരണത്തിന്റെ രേഖകളെ മാറ്റി എഴുതുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. Only may God can change the line of the death that is coming to us. വൈദ്യന്മാരല്ല അസാധ്യമായത് നീക്കിയെടുക്കുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. Only God can change the transformation of a statement of a doctor. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. Only my God can change the impossible to possible. നിന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളെ മാറ്റി എഴുതുവാൻ എന്റെ ദൈവത്തിന് കഴിയും. What cannot happen in your life, my God can do it for you. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് What I'm saying is, ദൈവത്തിന് നമ്മുടെ മരണരേഖകളെ മാറ്റുവാൻ കഴിയും. God can change the life of your death. മാത്രമല്ല Not only that, ദൈവം നമ്മളെ ഓർത്താൽ if God thinks about us, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും രോഗസൗഖ്യവും നമുക്ക് പ്രാപിപ്പാനും ഇടയായി തീരും. we can also receive, if God will, the deliverance of sickness and the blessing. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് The next thing I say, മനുഷ്യൻ എഴുതുന്ന സകല രേഖകളെയും മാറ്റി എഴുതുവാൻ എന്റെ ദൈവത്തിന് കഴിയും. whatever humans write down, God can change it. എഴുതുന്ന മനുഷ്യൻ എത്ര ഉന്നതനാണെന്നുള്ളതല്ല പ്രശ്നം. However great is the person who's writing is not important. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനാകുന്ന ദൈവമാണെന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. The answer is the God who is speaking for on your behalf is great. ഈ ലോകത്തിലെ ഉന്നതന്മാർ എത്ര വലിയവരായിരുന്നാലും അവർ എഴുതുന്ന രേഖകളെ എന്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. However high ranking of the professionals or the government officials are, beyond that our God is higher than them to change the documents. നമുക്കറിയാം, We all know എസ്തേറിന് രേഖ എഴുതിയത് ഇസ്രയേലിനെതിരെ രേഖ എഴുതിയത് ആ രാജ്യത്തിലെ ശക്തനായ രാജാവാണ്. the person who wrote the decree there in that country of Israel is the king of that place. രേഖയ്ക്ക് വേണ്ടി ഓടി നടന്ന് റെക്കമെൻഡേഷൻ കൊടുത്തത് അവിടുത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു.
The person who spoke for this is the minister who was there in that high official. അദ്ദേഹത്തിന്റെ പേര് ഹാമാൻ എന്നായിരുന്നു. His name is Haman. പക്ഷേ But രേഖയ്ക്കെതിരെ നിന്നത് രാജാവിന്റെ വാതിക്കൽ കാവൽക്കാരായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. the person who was against that decree was the person who was like a watchman in that situation. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും A person who is in a security. രാജാവിനോട് എപ്പോഴും ബന്ധം പുലർത്തുന്ന ഒരു അധികാരിയും, A person who has close connection to the king. അതിന്റെ മേലെല്ലാം അധികാരമുള്ള ഒരു രാജാവും And a person who has all rights above all these people at the king. നിൽക്കുന്ന ഒരു സ്ഥലത്ത് A place that they stand. ഒരു സെക്യൂരിറ്റിക്കാരൻ എന്ത് പ്രസക്തിയാണുള്ളത്? How much importance has the security have? പക്ഷെ പ്രസക്തി ഒന്നേ ഉള്ളൂ. There's only one. സെക്യൂരിറ്റിക്കാരൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. The security man, he had a quality of prayer. അവർക്കുള്ളതുപോലെ അധികാരമില്ല, They don't have any rights. അവർക്കുള്ളതുപോലെ പണമില്ല, They don't have the riches like others. അവർക്കുള്ളതുപോലെ ബുദ്ധിയുടെ ആലോചന കൊടുക്കാൻ ആരുമില്ല. There's nobody to give them the knowledge of understanding for them. പക്ഷെ സെക്യൂരിറ്റിക്കാരൻ ഒറ്റ ബന്ധമേ ഉള്ളൂ. But he had only one connection. അഖിലാണ്ടങ്ങളെ വാക്കിനാൽ ചമച്ച ദൈവത്തോടുള്ള ബന്ധം. They had a connection with the Creator who created everything by His word. ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. He had a good quality. സകലത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം. He had a connection with the God Almighty who can change everything. അതവന്റെ രേഖകളെ മാറ്റി എഴുതത്തക്കവണ്ണം ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. Because of the prayer, that God was there to change the decree that was written against him. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, I like to speak to you with the people who are listening to what I'm saying this morning. നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, Whatever your problem നിന്റെ is, എതിരാളി ആരുമാകട്ടെ, whoever your enemy could നീ be, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, if you are a person who speaks to God, ദൈവം നിന്നെ ഓർക്കത്തക്കവണ്ണം ഒരു നിയോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, if you are the person who will be remembered by God, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, if you are ready to live according to the plan of God, ഈ ഭൂമി കീഴ്മേൽ മറിഞ്ഞാലോ, even if the world goes upside down, സകലതും നിനക്ക് പ്രതികൂലമായാലോ, and everything is against you, ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. nobody can touch you. ഒരായുധവും നിനക്ക് ഭരിക്കത്തില്ല. No weapon can touch ഒരു you. വ്യാധിയും നിന്നെ തൊടുകയില്ല. No disease can touch you. തിന്മയ്ക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. No wrong can touch you. പ്രതികൂലത്തിന് നിന്നെ ബാധിക്കാൻ കഴിയത്തില്ല. And no circumstance can കാരണം നീ ദൈവവൈതലാണ്. because you are the child of God. ഇന്ന് പകലിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും Those who are listening to me, വളരെ വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, I would like to say one thing. നമ്മുടെ പ്രതിസന്ധി എന്തായിരുന്നു, Whatever your situation could be, മടുപ്പ് കൂടാതെ, don't be tired. പുതിയ നിയമത്തിലുള്ള ഒരു വാക്യം ഇങ്ങനെയാണ്, This is what the word of God says in the New Testament. രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. Let us pray to the God who's there to be there for you, to intercede for you when the day and night. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. Let us surrender ourselves to God. പ്രാർത്ഥിക്കാനും ആരാധനയ്ക്കും നമുക്ക് ഒരുങ്ങാം. Let us prepare ourselves to worship and to pray to God. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും താല്പര്യമുള്ളവരായി മാറാം. Let us be a person who has the zeal or desire to worship the Lord. ആരൊക്കെ നമുക്ക് കൂട്ടുനിന്നാലും Whoever is coming close to us, ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിൽ if God is not for us, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. then we cannot do anything. പക്ഷെ ദൈവവചനം ഇങ്ങനെ പറയുന്നത്, This is what the word of God says. ദൈവം അനുകൂലമെങ്കിൽ If God is for us, പ്രതികൂലമാർ, who is against us? ഇന്ന് പകലിൽ ദൈവം നമുക്ക് അനുകൂലമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray that God should be with us. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His words. Amen. Amen.